മേയർ വി രാജേഷ് പാർട്ടിയോടുള്ള തന്റെ പക വീട്ടി സുഹൃത്തുക്കളെ പക വീട്ടി എയർപോർട്ടിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കി. അതായത് മോഡിജി ഇവിടെ എയർപോർട്ടിൽ വരുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തെ പ്രോട്ടോകോൾ പ്രകാരം സ്വീകരിച്ച മേയർ എന്ന ചരിത്രം സൃഷ്ടിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് നിന്ന തന്നെ നിർദാക്ഷിണ്യം ആ രായി മുതലാളി ഉണ്ടല്ലോ, അവന് സംഘവും ചേർന്ന് ചവിട്ടി പുറത്താക്കി. പക്ഷേ ഞാനാണ് മേയർ എന്ന് അവൻ മറന്നുപോയി. അതിനെന്ത് വേണം? കോർപ്പറേഷൻ പരിധിയിലെ പൊതുനിരത്തുകൾ കയ്യേറി വിശ്വഗുരുവിന്റെ ഫ്ലക്സ് വെച്ച് കെട്ടി, ഒപ്പം തന്നെ കൊടിതോരണങ്ങൾ. ഇത് രാജേഷ് കാണാത്ത കാഴ്ചയാണോ? രാജേഷും കണ്ടല്ലോ അവിടെ എല്ലാം ഫ്ലെക്സ് വെച്ചിരിക്കുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ചില്ല. കാര്യം അധികാരത്തിൽ ഇരിക്കുന്നത് രാജേഷ് ആണെങ്കിലും പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഹെഡ് എന്നുള്ള നിലയ്ക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഇഷ്ടമുള്ളിടത്തെല്ലാം കൊണ്ടുപോയി കെട്ടിക്കോന്ന് പറഞ്ഞു. ആഹാ, എന്നെ പുറത്താക്കി ഞാൻ ഇരിക്കുന്ന കസേരയ്ക്ക് ഒരു വിലയില്ലാതാക്കിയ അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ BJP ജില്ലാ കമ്മിറ്റിക്ക് BJPയുടെ മേയർ 20 ലക്ഷം രൂപയുടെ പെറ്റി അടിച്ചാൽ കൊടുത്തു, അല്ലെങ്കിൽ പിഴ അടിച്ചാൽ കൊടുത്തു. കാര്യം സേഫ് ആവുക എന്നുള്ളതാണല്ലോ. എനിക്കൊന്നും അറിയില്ല, കെട്ടിയത് മുഴുവൻ രായി മുതലാളിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ നേതൃത്വമാണ്. അതുകൊണ്ട് ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. എഴുതിക്കൂടെ അവന് ഫൈന്. എത്ര? 20 ലക്ഷം. അതായത് വിശ്വഗുരുജി വന്നു പോയതിന്റെ പിരിവെടുത്ത മുഴുവൻ പൈസ ഇപ്പോൾ കോർപ്പറേഷനിൽ അടയ്ക്കേണ്ട അവസ്ഥ. എന്തായാലും കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ എത്ര മനോഹരമായ കാഴ്ചകൾ. അധികാരം അങ്ങോട്ട് കിട്ടിയതിനു ശേഷം കടിപിടിയുടെ വെറൈറ്റി രീതികളാണ് നിങ്ങൾ കാണുന്നത്. അതായത് നേരത്തെ ഈ ഫ്ലക്സുകൾ വെച്ച് കെട്ടുന്ന സന്ദർഭത്തിൽ നഗരസഭയ്ക്ക് നിർദ്ദേശം കൊടുക്കാമായിരുന്ന കാര്യമാണ്, അങ്ങനെ വെച്ച് കെട്ടാൻ പാടില്ല, അത് നിയമവിരുദ്ധ പ്രവർത്തനമാണ്. പക്ഷേ അതിനെല്ലാം ഒപ്പം നിന്നതിന് ശേഷം എയർപോർട്ടിലെ പരിപാടിക്ക് വന്നപ്പോൾ ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് എന്ത് തിരിച്ച് പണി കൊടുക്കാൻ പറ്റുമെന്ന് ആലോചന വന്നത്. അപ്പോഴാണ് നോക്കിയപ്പോൾ നഗരത്തിന്റെ പൊതുനിരത്തുകൾ കയ്യേറി കൊടിതോരണങ്ങളും ഫ്ലെക്സും കെട്ടിയിരിക്കുന്നു. ആര്? BJP തന്നെ. ആരുടെ ഫ്ലെക്സ്? അത് വിശ്വഗുരു. അത് ആരാണെങ്കിലും ശരി, എന്നെ എയർപോർട്ടിൽ നിന്ന് വെളിയിലാക്കിയ അവന്മാർക്ക് ഞാൻ പണി കൊടുത്തിരിക്കും. അങ്ങനെ എന്ത് ചെയ്തു? രാജേഷ് വന്ന ഉടനെ ആദ്യത്തെ ഫൈൻ BJP ജില്ലാ പ്രസിഡന്റ് ഇല്ലേ, അവന്റെ കൊണ്ടുവന്ന് കൊടുത്തര എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ പറഞ്ഞു വിട്ട് 20 ലക്ഷത്തിന്റെ ബില്ല് എഴുതി കൊടുത്തിരിക്കുകയാണ്. എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ കോമഡി എന്നല്ലാതെ എന്ത് പറയാൻ? അധികാരത്തിന്റെ കടിപിടിയുടെ ഓരോരോ വേർഷൻ കാണണ്ടേ. ഇപ്പൊ പറയാണ്, ഞാൻ കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കുന്ന വ്യക്തി ആയതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. കോടതി ചോദിക്കുകയാണെങ്കിൽ വിശദീകരണം കൊടുക്കേണ്ടതുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഫൈൻ അടിച്ചതെന്നാണ് പറയുന്നത്. ഇത് ആദ്യമേ ചെയ്താൽ പോരായിരുന്നു. അതായത് ഈ കണ്ണിന്റെ മുന്നിലല്ലേ ഈ നഗരത്തിൽ ഈ ഫ്ലക്സ് എല്ലാം കെട്ടിക്കൊണ്ടിരുന്നത്. ആ സന്ദർഭത്തിൽ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു. ഇതിപ്പോ മാധ്യമങ്ങളിലൂടെ എല്ലാം BJP ജില്ലാ നേതൃത്വത്തിന് ഫൈൻ അടിച്ചു കൊടുത്ത് മേയർ സൂപ്പർ ഹീറോ ആയി മാറിയിരിക്കുകയാണ്. മുതൽവൻ സ്റ്റൈലാണ്.